ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നില്ലയോ എന്നുള്ളത് സ്ഥാനാർത്ഥിത്വം നിർണ്ണയിക്കുന്നതിന് മുമ്പേ തന്നെ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ലായിരുന്നു ഇവിടെ മത്സരിക്കുന്നത്. പിന്നെ കേരളത്തിലെ നേതാക്കന്മാരുടെ ചില പ്രത്യേക താല്പര്യങ്ങളുടെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി വീണ്ടും ഇവിടേക്ക് മത്സരിക്കാൻ വന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഒരുപക്ഷെ വേറെ ഏതെങ്കിലും ആന്ധ്രാപ്രദേശിലെ ഏതെങ്കിലും സ്ഥലത്തോ അല്ലെങ്കിൽ കർണാടകയിലും കോൺഗ്രസ് ഭരണത്തിലുണ്ടല്ലോ, അപ്പോൾ ആന്ധ്രയിലോ കർണാടകത്തിലോ എവിടെ നിന്നെങ്കിലും മത്സരിച്ചേനെ ആയിരുന്നു എന്നാണ് അവസാന നിമിഷം വരെ ഉണ്ടായിരുന്ന ധാരണകൾ. ആ ധാരണകൾ അട്ടിമറിച്ചുകൊണ്ടാണ് KC വേണുഗോപാൽ രാജ്യസഭാ സീറ്റും കളഞ്ഞുകൊണ്ട് ഇവിടെ വരുന്നതും പിന്നെ രാഹുൽ ഗാന്ധി വീണ്ടും തിരിച്ച് വയനാട്ടിലോട്ട് വരുന്നത്. മാറിയ രാഷ്ട്രീയ സാഹചര്യമാണ്. അതിനുശേഷം ഒരുപാട് അടിയൊഴുക്കുകളും കാര്യങ്ങളും ഒക്കെ പിന്നീടുണ്ടായി അതിനെ തുടർന്ന്. അതാണ് അതിനകത്തുള്ള വാസ്തവം. അപ്പം ആനി രാജയുടെ കാൻഡിഡേച്ചർ നേരത്തെ തന്നെ നിശ്ചയിച്ചതാണ്. പക്ഷേ രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ നിന്ന് മത്സരിക്കുമെന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും ഉറപ്പില്ലാത്തൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് ആനി രാജ ഇവിടെ മത്സരിക്കാനായിട്ട് വന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി അല്ല, ഇനി ആര് മത്സരിച്ചാലും ശരി തന്നെ, സോണിയാഗാന്ധി മത്സരിച്ചാലും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അവിടെ നിന്ന് മത്സരിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പക്ഷേ കേരളത്തിൽ രണ്ട് മുന്നണി സംവിധാനമായിട്ട് മത്സരിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഈ നമ്മളെപ്പോഴും സ്ത്രീ സംവരണത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ തന്നെ അതിന് ഒരു സ്ത്രീക്കെതിരെ, അത് ദേശീയ നേതാവിനെതിരെ, അത് മാത്രമല്ല അവർക്ക് നേരത്തെ ക്രെഡിബിലിറ്റി ഉള്ളതാണ്. പല സോഷ്യൽ ഇഷ്യൂസിലും പല പ്രധാനപ്പെട്ട സമരങ്ങളിലും എല്ലാം ഭാഗഭാക്കായിട്ടുള്ള ഉയർന്ന ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള വയനാടിലെ തന്നെ ജന്മസ്ഥാനം, അവിടെ തന്നെ ജനിച്ച ഒരു ലേഡിയാണ് ഈ ആനി രാജ എന്ന് പറയുന്നത്. അവരവരുടെ ഹോം ഗ്രൗണ്ടിൽ മത്സരിക്കുന്നതിന് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ മറ്റേ സ്ഥിതി അങ്ങനെയല്ല. ഇവിടെ ശ്രീമാൻ സാർ പറഞ്ഞതിനകത്ത് എനിക്ക് മാവോ സേതുങ്ങിനെയൊക്കെ കോട്ട് ചെയ്തത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരടി പിന്നോട്ട് രണ്ടടി മുന്നോട്ട് എന്നൊക്കെ പറഞ്ഞ് മാവോയുടെ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡിലെ മുദ്രാവാക്യങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കുകയും, പിന്നെ ഭാഷാപരമായിട്ട് ചില സാധനങ്ങൾ, ഇപ്പം അടവെന്ന് പറഞ്ഞാൽ കൗശലമെന്ന് മാത്രമല്ല അർത്ഥം, യുദ്ധമുറയെന്നും സാമർഥ്യമെന്നും അഭ്യാസ രീതിയെന്നും ഒക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ശബ്ദരാവിലെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അർത്ഥം അതിനകത്ത് കണ്ടെത്താനായിട്ട് കഴിയും. അത് ഏതർത്ഥത്തിൽ വായിച്ചെടുക്കും എന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും. ആ പേഴ്സ്പെക്റ്റീവ് ഞാൻ ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള ശ്രീമാൻ സാറിനെ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട പഠിപ്പിക്കേണ്ടുന്ന കാര്യമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം ഭാഷ എന്നെക്കാളും നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. അതവിടെ നിൽക്കട്ടെ. പിന്നീട് ഈ പറഞ്ഞതുപോലെ ഇതിനകത്തുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ പ്രൊപ്പഗാൻഡയ്ക്കെതിരെ ഇപ്പം ഈ അധികാരത്തിൽ വന്ന് NDA മുന്നണി അധികാരത്തിൽ വന്നത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും സോഷ്യൽ മീഡിയ ഹാൻഡിലും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടാണ്. അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നോ എങ്ങനെയാണ് അത് മാനിപ്പുലേറ്റ് ചെയ്യണമെന്നൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഇംപ്ലാന്റിങ്ങും വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ടാണ് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. പക്ഷേ പിന്നീട് പോലും ഇവർ IT സെല്ലിൻ്റെ കൺവീനറായിട്ടൊക്കെ വെച്ചത്, പ്രധാനപ്പെട്ട പോസ്റ്റുകളിലൊക്കെ വെച്ചത് അനിൽ ആൻ്റണിയെ പോലുള്ള ആളുകളാണ്. ഇപ്പോൾ അനിൽ ആൻ്റണിയൊക്കെ BJP-യിലാണ്. അപ്പം ടോം വടക്കൻ, അനിൽ ആൻ്റണി, ഇത്തരം ആളുകളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫലം കാണുകയുണ്ടായി ഈ പറഞ്ഞതുപോലെ. അപ്പോൾ എന്തായാലും അവരൊക്കെ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി. അത് കോൺഗ്രസ്സുകാരുടെ ഭാഗ്യം എന്നല്ലാതെ വേറെ അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല. അതങ്ങനെ നിൽക്കട്ടെ. പക്ഷേ ഈ ഏറ്റവും കൂടുതൽ കാലം, അതായത് ഒരു 10 വർഷത്തോളമായിട്ട് നിരന്തരമായി ഒരു യുവ നേതാവിൻ്റെ ഇമേജ് ടാർണിഷ് ചെയ്യാൻ വേണ്ടി പർപ്പസ്ഫുള്ളി ശ്രമിച്ചിട്ടുള്ള, ഇത്രയധികം ഉപദ്രവം ഏറ്റുവാങ്ങിയിട്ടുള്ള രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവ് വേറെ ഒരാളില്ല ഇന്ത്യയിൽ. പക്ഷേ അതിൽ നിന്ന് അങ്ങേരെ ഈ പറഞ്ഞ കണക്കോലെ നമ്മളതിന് പറയുന്നത് എന്താണ്, റെസീലിയൻസ് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. തിരിച്ചു വരവ്, ബൗൺസിങ് ബാക്ക്, ഈ ജോഡോ യാത്രയിലൂടെ ഉണ്ടായ ബൗൺസിങ് ബാക്ക് ഇന്ത്യ ശരിക്കും ആവേശത്തോടെയാണ് എല്ലാ ആളുകളും കണ്ടത്. അത് ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ, ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും ആ ഒരു മേക്കിംഗ് ഓഫ് എ ലീഡർ എന്നൊക്കെ പറയുന്ന ഒരു ആക്ട് വളരെ സന്തോഷപൂർവ്വം വീക്ഷിച്ച ഒരാളാണ് ഞാൻ. കൃത്യമായിട്ടൊരു ഇടതുപക്ഷ നിരീക്ഷകനാണെങ്കിൽ കൂടിയും അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ്സ്, കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷേ വർഷങ്ങളോളം പുറകെ നടന്ന് ഒരു ഇമേജ് ഉണ്ടാക്കാൻ, പപ്പു എന്നൊക്കെ വിളിച്ച് ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ആ ഇമേജുകളെല്ലാം, ആ ഇമേജ് ബിൽഡിങ്ങിനെ എല്ലാം തകർത്തുകൊണ്ടാണ്. ആ സമയം വേറൊരു സ്ഥലത്തൊരു ഐക്കൺ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ട് ആ ഐക്കൺ ഇങ്ങനെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഐക്കൺ, ആ ഗ്യാരണ്ടി വലിയ പ്രശ്നമാണ്. ആ ഗ്യാരണ്ടി അങ്ങനെ വിജയിക്കാൻ പോകുന്നില്ല എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളതിൻ്റെ അനുരണനങ്ങൾ പല അഭിപ്രായ സർവേകളിലും ഈ പറഞ്ഞ കണക്കല്ല. ഉത്തരേന്ത്യയിൽ വൺ സൈഡഡ് മത്സരമാണെന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു മലർപ്പൊടിക്കാരൻ്റെ ദിവാസ്വപ്നം എന്നൊക്കെ പറയാൻ പറ്റൂ.